Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് ഡെവലപ്മെന്റ്, ദെൻ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കമ്പാരിസൺ ആയിരുന്നു കൂടുതലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പോയിന്റ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ഭാഗം പറഞ്ഞു ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് വേറൊരു പുതിയൊരു സെക്ഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഡെവലപ്മെന്റിന്റെ തന്നെ കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതില് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ട്രെയിനിങ് പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല, ബുദ്ധിമുട്ടാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെയിനിങ് പോലെ നമുക്ക് അത്ര എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ നോക്കാം. മെയിൻ ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം, അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, നോക്കാം. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, എന്താണ് ആ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഗെയിൻ and apply knowledge, skills, insights and attitudes to manage work organizations effectively. Okay, അപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണെന്ന് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത്. ട്രെയിനിങ്ങിന്റെയും ഗ്രോത്തിന്റെയും അല്ലെ, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെയും വളർച്ചയുടെയും ഒരു സുപ്രധാന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് എന്ത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then ഇതുവഴി അല്ലെ by which individuals gain applied knowledge, skills, insight and attitudes to manage work organization effectively. So ഈ ഒരു പ്രോസസ് വഴി, അതായത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ് വഴി എംപ്ലോയീസിന് നല്ല രീതിയിൽ അവരുടെ അറിവുകൾ അല്ലെങ്കിൽ നോളജ്, സ്കിൽസ്, അവരുടെ കഴിവുകൾ, അവരുടെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസൈറ്റ്? മലയാളത്തിൽ എന്താ പറയാ ഇൻസൈറ്റ് എന്ന് പറയുന്നത്? ഒരു ഉൾക്കാഴ്ച എന്ന് പറയും. അതായത് നമുക്ക് മുൻകൂട്ടി കാണാനൊക്കെ നമ്മൾ പറയില്ലേ ഒരു ഉൾക്കാഴ്ച അല്ലെ. സോ അവന്റെ ഉൾക്കാഴ്ചകള്, അവന്റെ ആറ്റിറ്റ്യൂഡ്സ്, അവന്റെ മനോഭാവങ്ങള്, എംപ്ലോയീസിന്റെ മനോഭാവങ്ങള്, ഇതെല്ലാം വളർത്തിയെടുക്കാനും ഓർഗനൈസേഷന് വേണ്ടി ഇഫക്റ്റീവ്ലി ആയിട്ട് അല്ലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വായിച്ച ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വരിക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വായിക്കുക ഒരു പ്രാവശ്യം കൂടി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് by which individuals gain and apply knowledge, skills, insight and attitudes to manage work organizations effectively. അണ്ടർലൈൻ ചെയ്യുമ്പോൾ നിങ്ങളും ഒപ്പം വായിക്കണം, വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും ഓക്കെ. ഇനി അടുത്ത് നോക്കാം. Executive or management development is an executive or management development is the uninterrupted process of learning and growth designed to bring behavioral change among the executives. അതായത് എക്സിക്യൂട്ടീവ്സുകൾക്കിടയിൽ ഒരു പെരുമാറ്റം, അവരുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചസ്, പെരുമാറ്റത്തിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്താനും അവരുടെ ഒരു പഠനത്തിന്റെ ലേണിങ്സ്, അതായത് അവർ എന്താണ് അവരുടെ പെർഫോമൻസ് അല്ലെ, അവരുടെ ആ ഒരു ലേണിങ്സിന്റെയും ഒരു തടസ്സമില്ലാത്ത അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുമായിട്ട് അവരുടെ ആ ഒരു എക്സിക്യൂട്ടീവിന്റെ പെരുമാറ്റത്തിൽ ചേഞ്ച് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ വർക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിന്റെയും ഡെവലപ്മെന്റിന്റെയും അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെയും ഗ്രോത്തിന്റെയും ഒരു പ്രോസസ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെ അവരുടെ പെർഫോമൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്താലേ ഓർഗനൈസേഷൻ അതിന്റെ നേട്ടം കിട്ടുള്ളൂ.
സോ എക്സിക്യൂട്ടീവുകൾക്കിടയിൽ പെരുമാറ്റങ്ങൾ അല്ലെ, among the executive behavioral changes, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് implies that there will be changing knowledge and behavior of the individuals undergoing the development program. അപ്പോൾ ഈ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാമിന് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലഭിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വിധേയരാകുന്നത്, അതായത് ട്രെയിനിങ് ആ ഡെവലപ്മെന്റ് ലഭിച്ചിട്ടുള്ള എംപ്ലോയീസ് അവർക്ക് എന്ത് പറ്റും, അവരുടെ അറിവുകൾ അല്ലെ, അവരുടെ നോളജും അതുപോലെ തന്നെ ബിഹേവിയർ ഡെവലപ്മെന്റ് ഇൻ പ്രോഗ്രാം, അവരുടെ അറിവുകളും അവരുടെ കഴിവുകളും ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നു. അതായത് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നത് അവരുടെ കുറച്ച് കഴിവാണെങ്കിൽ ചിലപ്പോ ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിലൂടെ അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ അതിൽ ഇംപ്രൂവ്മെന്റ് ചേഞ്ചസുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മളൊരു ഡെവലപ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മുമ്പത്തേക്കാളും പഴയതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് സെക്ഷൻ എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ട്രെയിനിങ്ങിന്റെയും ഗ്രോത്തിന്റെയും ഒരു പ്രോസസ്സാണ്. എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് കുറച്ചും കൂടി കൂടുതൽ അവരുടെ അറിവും കഴിവുകളും അല്ലെ, അവരുടെ മനോഭാവവും ഇതിലൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തില്ലേ എല്ലാവരും? ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റത്തെ ആ പാരഗ്രാഫ് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിക്കാം. അതിൽ കൂടുതൽ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, അതിലുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നുണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു എല്ലാവരും? മനസ്സിലായോ? വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് കേട്ടോ. കാരണം അത് നമുക്ക് എന്താ പറയാ, എക്സാമ്പിൾ വെച്ച് പറയാനോ ട്രെയിനിങ്ങിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത പോലെ പറയാനൊന്നും പറ്റില്ല. നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. The individual will be able to perform better in present assignment and also increase his potential for future assignments through acquisition, understanding and use of new knowledge, insight and skills. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളൊരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊടുക്കുമ്പോൾ അവന്റെ അറിവുകളും അവന്റെ കഴിവുകളും അവന്റെ ആറ്റിറ്റ്യൂഡ്സിലൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ സാധിക്കുന്നുണ്ട്. സോ the individual will be able to perform better in present assignment. എന്താ അസൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്കൂളിൽ എഴുതുന്ന അസൈൻമെന്റ് ആണോ? അല്ല, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. കമ്പനിയിൽ അവൻ എംപ്ലോയ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് അവന്റെ വർക്കുകൾ, അതാണ് അസൈൻമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അവന്റെ കഴിവുകളും അവന്റെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. സോ അതിനാൽ അവന് പ്രസന്റ് അസൈൻമെന്റ്, അവൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള പെർഫോം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻക്രീസ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ അസൈൻമെന്റ്സ്, അവന് ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അവന് ഹെൽപ്പ് ചെയ്യുന്നു. ത്രൂ എന്തിലൂടെ? ത്രൂ അക്വിസിഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് ന്യൂ നോളജ്, അവന്റെ പുതിയ അറിവുകളിലൂടെയും ഇൻസൈറ്റിലൂടെയും സ്കിൽസിലൂടെയും കഴിവുകളിലൂടെ അവന് ഇന്നത്തെ അവൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഭംഗിയാക്കാനും സാധിക്കും. ദെൻ ഫ്യൂച്ചറിൽ അവൻ ഇനി ഓൾറെഡി ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ
അതിലും അവന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനും അവന് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ? Then the learning process involves the implication that there will be changed behavior on the part of individual given the sufficient training and education. Okay. Learning process involves learning process involve ചെയ്യുന്നത് implication that there will be changed behavior on the part of individual. അപ്പോൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ അവന് ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലഭിക്കുമ്പോൾ അവന്റെ ആ ബിഹേവിയറിൽ മാറ്റം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ പ്രവർത്തനങ്ങളില് അവൻ മുമ്പ് ചെയ്തത് പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി അവന് ഇൻസൈറ്റ് കിട്ടി, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്കിൽസ് കിട്ടി, അറിവുകൾ കിട്ടി. സോ അവന്റെ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ചസ് വരുന്നു. എങ്ങനെ? ഇൻഡിവിജ്വൽസ് ഗിവൻ ദ സഫിഷ്യന്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, സഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും അവന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വന്നു. ഈ ചേഞ്ചസ് വരുന്നത് എപ്പോഴാണ്? ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എഡ്യൂക്കേഷനും ഒക്കെ ലഭിച്ചപ്പോഴാണ് ഇൻഡിവിജ്വൽസിന് ചേഞ്ചസ് വന്നു. ദെൻ അവന്റെ അസൈൻമെന്റ്സുകൾ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. But managers develop not only by participating in formal course of instruction drawn by organization, but also through actual job experience in the organization. Okay. Appo in managers development not only by participating for formal course of instruction. In management development എന്ന് പറഞ്ഞത് ഒരു ഫോർമൽ കോഴ്സ് ഓഫ് ഒരു ഇൻസ്ട്രക്ഷനിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലാന്ന്. നമ്മൾ ജസ്റ്റ് ട്രെയിനിങ്സ്, നമ്മൾ കുറച്ച് സജഷൻസ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു ലെക്ചർ മെത്തേഡിൽ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, മറിച്ച് ബട്ട് ഓൾസോ ത്രൂ ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. കമ്പനിയിലെ ആ എംപ്ലോയീസിന്റെ അനുഭവത്തിലൂടെയും നമുക്ക് ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ജസ്റ്റ് വായിക്കൊണ്ട് ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് മാത്രമല്ല, എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊടുക്കാൻ സാധിക്കൂ. Then it should be recognized that it is for the organization to establish the development opportunities for its managers and potential managers. But an equal, perhaps more important counterpart to the effort of organization are those of individuals. Self-development, it is an essential principle in the whole program of management development. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് മനസ്സിലായാലും എനിക്കറിയാം, നോക്കാം. But an equal, perhaps more important, നമ്മൾ പറഞ്ഞു ഈ മാനേജിംഗ് ഡെവലപ്മെന്റ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷനിലൂടെ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല, മറിച്ച് എംപ്ലോയീസിന്റെ അവന്റെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. But an equal, perhaps more important counterpart to afford to the organization, those of the individuals. അപ്പൊ ഈ മാനേജറിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ ആർക്കാണ് വരുന്നത്? എംപ്ലോയീസിനാണ്, ഇൻഡിവിജ്വൽസിനാണ്. ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ആർക്കാണ്? എംപ്ലോയീസ്, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ. സോ ഇൻഡിവിജ്വലിനാണ് നമ്മളിവിടെ മോർ ഓർഗനൈസേഷൻ ഒരുപാട് പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈക്വൽ ആയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ആരാണ്? ഇൻഡിവിജ്വൽ തന്നെയാണ്. ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ വെക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽസും അതിനുവേണ്ടി ഹാർഡ് വർക്ക് എഫോർട്ട് എടുക്കുന്നത് ആരാണ്? ഇൻഡിവിജ്വൽസ് ആണ്. ദെൻ മാനേജേഴ്സ് self-development is an essential principle in the whole program of management development. മാനേജ്മെന്റ് ഡെവലപ്മെന്റിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെന്റ് ആണെന്ന്. അതായത് എന്താണ്? എംപ്ലോയി അവന്റെ സ്വയം വികസനമാണ്, അല്ലെ? അവൻ ഈ അറിവുകളും ഈ ട്രെയിനിങ്സിലൂടെയും ഡെവലപ്മെന്റിലൂടെയും എംപ്ലോയീസിന് അറിവുകളൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്. അപ്പൊ സ്വയം ഡെവലപ്മെന്റ് ആണ്, മീൻസ് അവൻ സ്വയം വികസിക്കുകയാണ്. അവൻ തന്നെ അവന്റെ ഒരു വികസനം, മീൻസ് അവന്റെ അറിവുകളും കഴിവുകളൊക്കെ നേടിക്കൊണ്ട് സ്വയം സെൽഫ് ഡെവലപ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്. സോ ഈ സെൽഫ് ഡെവലപ്മെന്റ് ആണ് ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റിലെ ഹോൾ പ്രോഗ്രാമിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് സെൽഫ് ഡെവലപ്മെന്റ്.
സ്വയം അവൻ ഡെവലപ്പ് ആകണം. എംപ്ലോയി അറിവും കഴിവൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓർഗനൈസേഷൻ. എങ്കിലും അവൻ ആ കഴിവുകളും ആർജിച്ചെടുക്കണം. അങ്ങനെ സെൽഫ് ഡെവലപ്മെന്റ് ആയാൽ മാത്രമേ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അണ്ടർലൈൻ ചെയ്യാട്ടോ ലാസ്റ്റത്തേത്. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. For example, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ദാറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ എങ്ങനെ? സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാം, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ഇതേ ഓരോ വരി എടുത്തെടുത്ത് വായിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും മീനിങ് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പറഞ്ഞിട്ട് നിങ്ങളോട് അതിന്റെ മീനിങ് വായിച്ചു തരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ സെക്കൻഡ് പാരഗ്രാഫ്? എല്ലാവരുടെ കഴിഞ്ഞോ വായിച്ച്? ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നാണ്. അപ്പൊ അതിൽ നമ്മൾ പ്രധാനപ്പെട്ടത് അണ്ടർലൈൻ ചെയ്തത് ഫസ്റ്റ് പാരഗ്രാഫില്, ആദ്യത്തെ പാരഗ്രാഫില് ഫസ്റ്റ് സെന്റൻസ് തന്നെയാണ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇസ് എ systematic process of training and growth by which individuals gain and apply knowledge, skills, insight and attitude to manage work organization effectively. Then second paragraph last sentence, self development is an essential principle in the whole program of management development. ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും, ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ എന്താണ് മാനേജ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. The important assumptions and concerns behind the managed development are as follows. മാനേജ്മെന്റ് ഡെവലപ്മെന്റിലെ അസംഷൻസ്, കുറച്ച് അനുമാനങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അസംഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോയിന്റ്സ് ആണ്, എളുപ്പമാണ് കേട്ടോ. നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് some personal variables. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് പേഴ്സണൽ വേരിയബിൾസ്, such as age, habit, level of motivation, state of mind, etc. hinder the growth of an individual. എന്നാണ് പറയുന്നത്. ചില വേരിയബിൾസുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ചില വേരിയബിൾസ്, ദാറ്റ് ഈസ് ഏജ്, ഹാബിറ്റ്, ലെവൽ ഓഫ് മോട്ടിവേഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇവ വ്യക്തിയുടെ വളർച്ചയെ, ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വലിന്റെ ഹൈൻഡ്രേ എന്ന് വെച്ചാൽ എന്താണ്? തടസ്സപ്പെടുത്തുന്നു. വ്യക്തിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഏജ്, ഹാബിറ്റ്, ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഇത് വ്യക്തിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു ചില സന്ദർഭങ്ങളിൽ, അല്ലെ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജ് എങ്ങനെയാ തടസ്സപ്പെടുത്തുന്നത്? ഏജ് തടസ്സപ്പെടുത്തോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഉണ്ടോ അഭിപ്രായം? ഏജ് പെർഫോമൻസിൽ ഏജ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്താണ് അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ വേരിയബിൾസും എങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്താ പറയാ, വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. വളർച്ചയെന്ന് ഉദ്ദേശിക്കുന്നത് പെർഫോമൻസിൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏജും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല.
ആലോചിക്കണോ നിങ്ങള്? ആലോചിച്ച് നോക്കാനുണ്ടോ ഞാൻ പറഞ്ഞത്? എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏജും ഹാബിറ്റും മോട്ടിവേഷനൊക്കെ തമ്മില്? ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പോലെ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിലേ ഇപ്പൊ ലെവൽ ഓഫ് മോട്ടിവേഷൻ എടുക്കുക, ഏജ് പോട്ടെ, ലെവൽ ഓഫ് മോട്ടിവേഷൻ എടുക്കുക. അപ്പൊ നല്ല രീതിയിൽ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ആ മോട്ടിവേഷൻ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളോട് പഠിക്കാൻ ഇപ്പോഴല്ല കേട്ടോ, നിങ്ങൾ കുറച്ച് പഠിച്ചിരുന്ന കാലഘട്ടത്തില്, അതായത് ഒരു +2 അങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ പല ആളുകളും നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാറില്ലേ പഠനത്തില്? നീ പഠിക്കൂ, അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ് തന്നെ നമ്മൾ മറ്റുള്ളവരെ കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നമ്മുടെ അപ്പുറത്ത് വീട്ടിലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ പറയും അല്ലെ, അവനെ കണ്ടു പഠിക്കൂ, അവൻ എത്ര മാർക്ക് നിങ്ങൾക്കെന്ന് അറിയോ, അല്ലെങ്കിൽ അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, അവനെ കണ്ടു പഠിക്കും. പല വ്യക്തികളും നമ്മൾ മോട്ടിവേഷൻ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ഉണ്ടോ? യെസ്. പക്ഷെ എല്ലാവരും മോട്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കോ നിങ്ങള്? പക്ഷെ ഏതെങ്കിലും ചിലവര് പറയും, ചിലവരുടെ ഒരു മോട്ടിവേഷൻ അല്ലെ, ചില വ്യക്തികൾ പറയുന്ന മോട്ടിവേഷൻ ചിലപ്പോൾ അതായിരിക്കും നമ്മളുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്, മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ആ ഒരാളുടെ മോട്ടിവേഷനിലൂടെ ആയിരിക്കും പിന്നീട് നമ്മൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങുന്നത്. ആണോ? പല ആളുകളും നമ്മളോട് ഇങ്ങനെ പഠിക്കുന്നൊക്കെ പറയും, എങ്കിലും പഠനത്തിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഏതെങ്കിലും നമ്മുടെ ലൈഫിലെ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, പല വ്യക്തികളും മോട്ടിവേഷൻ തരും. പക്ഷെ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലേ? എല്ലാവരും പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളുടെ മനസ്സിൽ തട്ടുന്ന ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ നമുക്ക് അത്രയും ഇതായിട്ട് തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു മോട്ടിവേഷനിലൂടെ പിന്നീട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. സോ അതാണ് ലെവൽ ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. പല രീതിയിലും മോട്ടിവേഷൻ ഒക്കെ കിട്ടാം, പക്ഷെ ആ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവന് ആ ഒരു വളർച്ചയിൽ മീൻസ് പിന്നീട് നല്ല രീതിയിൽ അവന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മൈൻഡ് അനുസരിച്ചൊക്കെ ഇരിക്കും അല്ലെ കാര്യങ്ങള് അല്ലെ. ഇപ്പൊ നിങ്ങള് നല്ല മൈൻഡ് ആണെങ്കിൽ, നല്ല ഫ്രഷ് മൈൻഡ് ആണ്, ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? ഇല്ലേ? അങ്ങനെയല്ലേ? ചില ദിവസം ക്ലാസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പഠിക്കാൻ. ചിലപ്പോൾ നമുക്ക് എടുക്കുന്ന ടോപ്പിക്കും നല്ല കേട്ടിരിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയിരിക്കും. നിങ്ങളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്, ഈ കൂട്ടത്തിൽ പല ആളുകളും ഉണ്ടാവും, ഇന്നത്തെ ടോപ്പിക് ഇച്ചിരി ടഫാണ്, ഇന്ന് ഇരിക്കാൻ വലിയ സുഖമില്ല. പക്ഷെ നമ്മൾ ആദ്യം പോയ ട്രെയിനിങ് ഒക്കെ ആണെങ്കിലോ, ഇത് നല്ല ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ നമ്മളുടെ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാറില്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. നയന സത്യം പറഞ്ഞു അല്ലെ? നയന ഇന്ന് കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, ആണോ? അങ്ങനെയാണോ? നമ്മുടെ സ്റ്റേറ്റ് ഓഫ് നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും അല്ലെ? നമ്മളാണ് പക്ഷെ നമ്മുടെ മൈൻഡിനെ സെറ്റ് ആക്കണത്. എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ളൊരു ചിന്ത എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞു വന്നത് ഈ മോട്ടിവേഷനും സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഹാബിറ്റും ഏജും ഇതൊക്കെ നമ്മളുടെ ഗ്രോത്തിനെ ചില സമയങ്ങളിൽ തടസ്സപ്പെടുത്തുന്നു. ഓക്കെ, അത്രയും മതി. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. ഡ്രോബാക്ക് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയണം എന്ന്. ഇപ്പൊ നമ്മളുടെ പെർഫോമൻസ് എന്തുകൊണ്ട് നമുക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല, എനിക്ക് എന്തുകൊണ്ട് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. എന്റെ ഡ്രോബാക്ക് എന്താണോ അത് മനസ്സിലാക്കണം. ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ് മെൻഷനിങ് the shortcomings and applying suitable HRD instruments to overcome the drawbacks are essentially required. അല്ലെ? അപ്പൊ നമ്മളുടെ പോരായ്മ, ഡ്രോബാക്സ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദെൻ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മള് ജൂനിയർ കൊളീഗ്സ് ആയിട്ട്, ജൂനിയർ സഹപ്രവർത്തകരോട് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കണം. എന്താണ് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്, പോരായ്മ വന്നിരിക്കുന്നത് എവിടെയാണ്. സോ ഇവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. ഫീഡ്ബാക്ക് എടുത്തിട്ട് അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. അതായത് പെർഫോമൻസ് കാഴ്ചവെക്കാനും അവരുടെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനൊക്കെ വേണ്ടിയിട്ട് കൗൺസിലിംഗും കാര്യങ്ങളും കൊടുക്കുക. ദെൻ അവരുടെ ആ പോരായ്മയെ മറികടക്കാൻ വേണ്ടിയിട്ട്, പോരായ്മയെ നമുക്ക് ഓവർകമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ട്രെയിനിങ്സുകളും കാര്യങ്ങളും കൊടുക്കുക. ദെൻ HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് നമ്മള് മനുഷ്യ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ പോരായ്മകളെ മറികടക്കാൻ വേണ്ടി മനുഷ്യന്റെ പ്രയത്നങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ദെൻ ജൂനിയേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുക. എവിടെയാണ് അവർക്ക് പ്രശ്നം വന്നിരിക്കുന്നത്, സോ അവർക്ക് ആ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗും കാര്യങ്ങളും കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ?
ഒന്നാമത്തത് എന്തായിരുന്നു? പേഴ്സണൽ വേരിയബിൾസ് നമ്മളുടെ ഗ്രോത്തിന് ചിലപ്പോൾ വളർച്ചയൊക്കെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും. രണ്ടാമതായിട്ട് പറഞ്ഞത് ഡ്രോബാക്കിനെ തിരിച്ചറിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുക. ആ ഡ്രോബാക്കിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. ഹ്യൂമൻ റിസോഴ്സ് പ്രയോജനപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് നോക്കാം. In addition to methodology of achievement, there must be specific objectives and goals required to be achieved. In addition to the methodology of achievement, methodology എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മെത്തഡോളജി ഒരു സ്റ്റെപ്പാണ്. കേട്ടിട്ടുണ്ടോ? പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോഴേ മെത്തഡോളജി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പില്ലേ? പ്രൊജക്ട് ഒന്നും ചെയ്തിട്ടില്ലേ നിങ്ങള്? സ്റ്റെപ്പ് അല്ലേ പ്രൊജക്റ്റില്? രീതിയാണ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, രീതി. ഇൻ അഡീഷൻ ടു ദ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്, there must be specific objective and goals required to be achieved. അപ്പൊ നമ്മള് ഈ രീതികൾ തയ്യാറാക്കുമ്പോൾ, മീൻസ് നമ്മുടെ രീതികൾക്ക് പുറമെ മെത്തഡോളജി ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ, ഡെവലപ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതികൾ തയ്യാറാക്കുമ്പോൾ അതില് മസ്റ്റ് ബി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കണം എന്ന്. ഡെവലപ്മെന്റിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മെത്തഡോളജി ആ രീതികളിൽ ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് പറയുന്നത് there always exists a gap between required performance level and the capacity of the individual. There always exists a gap between, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്ന എപ്പോഴും. എങ്ങനെയാണ് ഗ്യാപ്പ് വരുന്നത്? റിക്വയർഡ് പെർഫോമൻസ് ലെവലും, അതായത് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ലെവലും, കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി, നമ്മൾ ടോപ്പിലെത്താനായിട്ടുള്ള ഒരു ലെവലും അവന്റെ കഴിവും, ഇൻഡിവിജ്വലിന് എത്രത്തോളം എത്താൻ പറ്റും, അവന്റെ മാക്സിമം കപ്പാസിറ്റി, ഇത് വ്യക്തിയുടെ കപ്പാസിറ്റിയും ദെൻ ആവശ്യമായിട്ടുള്ള അവന് എത്രത്തോളമാണ് പെർഫോമൻസ് ലെവൽ വേണം എന്നുള്ളതും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നത്. മാനേജ്മെന്റ് മസ്റ്റ് ഫിൽ ദ ഗ്യാപ്പ് ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ്മെന്റ്, അവന് ഗ്യാപ്പ് ഫിൽ ചെയ്ത് ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കണം. അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ അവന് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ ഒരു ടാർഗറ്റ് ബേസ്ഡ് ജോബ് ആണെങ്കിൽ അവൻ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ഇപ്പൊ ഒരു എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് ഇത്ര എണ്ണം പറയുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ടാർഗറ്റിന് ഇത്ര എണ്ണം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അതാണ് അവിടുത്തെ റിക്വയർഡ് ആയിട്ടുള്ളത്. ഒരു 100 എണ്ണം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവന്റെ മാക്സിമം കപ്പാസിറ്റി ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോ ഒരു 60 അല്ലെങ്കിൽ 70 ആയിരിക്കും. സോ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് അവന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. സോ അവന് ആ ഗ്യാപ്പ് നികത്തി അവന് എത്രത്തോളമാണോ റിക്വയർഡ് ആയിട്ട് വേണ്ടത് അതിലൊക്കെ അവനെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ ഗ്യാപ്പ് എന്താണെന്നുള്ളത്? അഞ്ചാമത്തെ നോക്കാം. ഇൻ എ വർക്ക് സിറ്റുവേഷൻ ഗ്രോത്ത് ഇൻവോൾവ്സ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്. ഒരു വർക്ക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രെസ്സും സ്ട്രെയിൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? നമ്മൾ ഏതൊരു ഫീൽഡിലും വർക്കിന് പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കോ? ആണോ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടോ? ആരുമില്ല, എല്ലാവരും സ്റ്റുഡൻസ് ആണോ? 1-2 പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആരുമില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ആരുമില്ല എന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നവർ. ഉണ്ടോ? ഓക്കെ, അലീന്നാണോ പേര്? പേര് ക്ലിയർ അല്ല കേട്ടോ. അലി ആസാദാണോ? യെസ്, ഓക്കെ. വർക്ക് ചെയ്യുന്നതാണ്. എന്തായിട്ട് എവിടെയാ വർക്ക് ചെയ്യുന്നത്? നോക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് വർക്ക് സിറ്റുവേഷനില് ഗ്രോത്ത് ആൻഡ് ഇൻവോൾവ് ചെയ്യുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്. നമ്മൾ ഏതൊരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എപ്പോഴും ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഒരു വർക്ക് മുന്നോട്ട് പോകില്ല. ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും. അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, യെസ്, അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോ എന്താണ്? തീർച്ചയായിട്ടും കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടോ? എപ്പോഴും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണോ? അല്ല, അല്ലെ?
ഏതൊരു യെസ് എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോൾ കുറച്ചും കൂടി സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉള്ള ഒരു ഏരിയ അല്ലേ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല കേട്ടോ, ഏതൊരു ഫീൽഡ് എടുത്തോളൂ. ഇപ്പൊ ടീച്ചിങ് ഫീൽഡ് ആയിക്കൊള്ളട്ടെ, ഒരു നഴ്സിംഗ് ഫീൽഡ് ആയിക്കൊള്ളട്ടെ, അവിടെയും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നു. Development can seldom take place in a completely peaceful atmosphere. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലാന്ന്. അതായത് സെൽഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ ഒരു പീസ്ഫുൾ എൻവയോൺമെന്റിൽ നമുക്ക് ഡെവലപ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഏതൊരു കമ്പനി ആണെങ്കിലും അവിടെ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിൽ കൂടിയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. സെൽഡം എന്ന് വെച്ചാൽ അപൂർവമായിട്ട് മാത്രമേ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കാൻ സാധിക്കുകയുള്ളത്. ആറാമത്തെ പോയിന്റ് നോക്കാം. An executive requires development throughout his work life and his professional career. Thus, management development is never-ending activity. An executive requires development. ഒരു എക്സിക്യൂട്ടീവിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ഹിസ് വർക്ക് ലൈഫ്, അവന് എത്ര നാൾ അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അവന്റെ ജീവിതത്തിൽ എത്ര കാലയളവിൽ അവൻ ജോലി ചെയ്യുന്നു, അത്രയും നാള് അവന് റിക്വയർ ആയിട്ടുള്ള ഒന്നാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് അവന്റെ ജീവിത കാലയളവിൽ എത്ര നാള് വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്യുന്ന ടൈമില് ത്രൂ ഔട്ട് ഹിസ് വർക്ക് ലൈഫ്, അവൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തില് അല്ലെങ്കിൽ ആ ഒരു ടൈമില് അവന് ഡെവലപ്മെന്റ് ആവശ്യമാണ്. ആൻഡ് ഹിസ് പ്രൊഫഷണൽ കരിയർ, അവന്റെ ഒരു പ്രൊഫഷണൽ കരിയറിലേക്കും ഡെവലപ്മെന്റ് ആവശ്യമാണ്. സോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. അതിനാൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ്, ഒരിക്കലും എൻഡ് ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ്. ദെൻ അവൻ വർക്ക് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് കൊടുക്കുന്നു. Then last one, growth cannot occur without involvement and participation. വികസനം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷനും അല്ലെങ്കിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഗ്രോത്ത് സാധ്യമല്ലാണ്. നമുക്ക് പാർട്ടിസിപ്പേഷൻ വേണ്ടേ? ചുമ്മാ നമ്മൾ ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ അതിലൊന്നും പങ്കുകൊള്ളുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ നിന്ന് യാതൊരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. അതിലുള്ള ഇൻവോൾവ്മെന്റ്, പാർട്ടിസിപ്പേഷൻ അതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ വരുന്ന അസംഷൻസ്, മീൻസ് അനുമാനങ്ങൾ, മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ആ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം, മനസ്സിലാക്കി വായിച്ചാൽ മതി. നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, അർത്ഥം മനസ്സിലാക്കി വായിക്കുക കേട്ടോ. 7 പോയിന്റ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി. ഒരു കാര്യം കൂടെ ഒന്ന് പറയാട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. 6th പോയിന്റിലെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണ്. അണ്ടർലൈൻ ചെയ്തോ? 6ാമത്തെ പോയിന്റില് ആ ലാസ്റ്റത്തെ സെന്റൻസ്, നെവർ എൻഡിങ് ആക്ടിവിറ്റി. ഓക്കെ, കണ്ടിന്യൂ വായിച്ചോളൂ കേട്ടോ.
കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും വായിച്ചോ? ഇപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു, അതിന്റെ അസംഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, പെർഫോമൻസ് മാനേജ്മെന്റ്. നോക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ that helps managers observe and analyze employees' work. Underline ചെയ്യാട്ടോ, underline ചെയ്യാം. ഇപ്പൊ വായിച്ച സെന്റൻസ് ഒന്ന് underline ചെയ്തേ. Performance management is a corporate management. ഇത് corporate management ആണെന്ന്. Corporate management tool that helps managers observe and analyze employees' work. Managersന് എംപ്ലോയീസിന്റെ വർക്ക് നിരീക്ഷിക്കാനും അതിനെ അനലൈസ് ചെയ്യാനും മാനേജർമാരെ സഹായിക്കുന്ന ഒരു കോർപ്പറേറ്റീവ് ടൂൾ ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്, പെർഫോമൻസിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ടൂൾ ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എയിം ഈസ് ടു, എന്താണ് ഇനി പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം, എയിം? Performance management's aim is to create an environment where people can perform to the best of their abilities to produce the highest quality work most efficiently and effectively. Okay. അപ്പോ ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജർക്ക് എംപ്ലോയീസിന്റെ വർക്ക് നിരീക്ഷിക്കാനും അനലൈസ് ചെയ്യാനുള്ള ഒരു കോർപ്പറേറ്റ് ടൂൾ ആണ്. Then ഈ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എംപ്ലോയീസിന് നല്ല ഉയർന്ന ഹയസ്റ്റ് ക്വാളിറ്റിയിൽ ഉയർന്ന നിലവാരത്തിലുള്ള ജോലി ഏറ്റവും ഫലപ്രദമായിട്ട് ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നിർവഹിക്കുന്നതിനും ഇതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ അവന്റെ കഴിവുകൾ വികസിപ്പിക്കാനും കഴിവിന്റെ പരമാവധി പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഒരു നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കാന്ന്, അവന്റെ കഴിവിനെ പുറത്തെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹയസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ, അവന്റെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക, ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യത്തെ പാരഗ്രാഫ് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്? പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് എംപ്ലോയീസിന്റെ വർക്ക് നിരീക്ഷിക്കാനും അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ആണ്. ദെൻ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയീസിന് അവരുടെ കഴിവുകളും അവന്റെ ഹൈ ക്വാളിറ്റിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവന് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവനൊരു അവസരം കൊടുക്കുക. ഇതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ. ക്ലിയർ ആണോ? ഫസ്റ്റത്തെ പാരഗ്രാഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ. അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് പോകണം. ഞാൻ ഇടക്കിടക്ക് റിപ്പീറ്റ് പറയുന്നത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. A formal performance management program enables managers and employees to see eye to eye about expectation, goals, career programs, along with how an individual's work aligns with the company's overall vision. നോക്കാം, മാനേജർമാരുടെയും എംപ്ലോയീസിന്റെയും എക്സ്പെക്ടേഷൻസ് അല്ലെ, അതായത് അവരുടെ എക്സ്പെക്ടേഷൻസ് എന്ന് വെച്ചാൽ പ്രതീക്ഷകള്, ലക്ഷ്യങ്ങള്, കരിയർ പ്രോഗ്രസ്സുകൾ അല്ലെ, ലക്ഷ്യങ്ങള്, കരിയർ എന്നിവയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പ്രാപ്തനാക്കുന്നു. അതായത് പെർഫോമൻസിന് അവസരം കൊടുക്കുമ്പോൾ അവന്റെ ലക്ഷ്യങ്ങളും അവന്റെ എക്സ്പെക്ടേഷനിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് അവനെ പ്രാപ്തനാക്കുന്നു. Then along with how an individual's work aligns with the company's overall vision. Then കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം, അതിലേക്ക് എങ്ങനെ നമുക്ക് യോജിക്കാമെന്ന് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ എംപ്ലോയീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജനറലി പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബ്രോഡർ വർക്ക് പ്ലേസ് സിസ്റ്റം. ഇനി സാധാരണയായിട്ട് നമ്മൾ ഈ പെർഫോമൻസ് മാനേജ്മെന്റ് വ്യക്തികളെ വിശാലമായിട്ടുള്ള ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് സിസ്റ്റത്തിനാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ, അതായത്
കൂടുതൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, വ്യക്തികളെ ഒരു വിശാലമായിട്ടുള്ള ഒരു ജോലി സംവിധാനത്തിലോട്ട് ആ ഒരു പശ്ചാത്തലത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് നയിക്കുന്നത്. അതായത് അവരുടെ കമ്പനിക്ക് നേട്ടം കിട്ടാൻ വേണ്ടി അവരുടെ എംപ്ലോയീസിന്റെ ഏറ്റവും മാക്സിമം അവരുടെ ഹയസ്റ്റ് ക്വാളിറ്റി അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുള്ള എൻവയോൺമെന്റ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഒരു വർക്ക് പ്ലേസ്, ബ്രോഡർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് സിസ്റ്റം ആണ് നമ്മൾ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ എംപ്ലോയീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് അവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പെർഫോമൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യാം, സെക്കൻഡിൽ അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് പറയുന്നത്. ഇത് വായിച്ചു നോക്കാം, ഒരുമിച്ച് ഒന്ന് വായിക്കൂ, ടോട്ടൽ ആയിട്ട് വായിച്ചോളൂ കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് ഡെഫിനേഷൻ ആണ് ഈ പറഞ്ഞത്. ഫസ്റ്റ് 2 പാരഗ്രാഫുകളുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. കൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി അതിന്റെ കൺസെപ്റ്റും ഒബ്ജക്റ്റീവും ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കൺസെപ്റ്റ്. As a communication system, it is designed to assist employees in succeeding. As a communication system, ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന നിലയിൽ എംപ്ലോയീസിനെ സക്സീഡ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് എംപ്ലോയീസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, എംപ്ലോയീസിന് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അവന്റെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവന് അവസരങ്ങൾ കൊടുക്കുന്നു. സോ എംപ്ലോയീസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. It does not just require direction from the end of managers and supervisors, but also requires active involvement of the employee. അതായത് മാനേജർമാരുടെയും സൂപ്പർവൈസർമാരുടെയും നിർദ്ദേശങ്ങൾ മാത്രമല്ല ഇവിടെ വേണ്ടത്, മറിച്ച് എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റ്, അവരുടെ പാർട്ടിസിപ്പേഷൻ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. It makes sure that employees are informed about their key job functions, aware of the performance level expected, get continuous feedback on the performance, have opportunities for training and development, get rating on their performance, and reward their own in just and fair manner. നോക്കാം, അപ്പൊ നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന് നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്നു, അവന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നു. Then it makes sure that employees are informed about their key job functions. അല്ലെ, എംപ്ലോയീസിന് ജോലിയെ കുറിച്ച് അവന്റെ ജോബ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവന് ജോലിയിൽ ചെയ്യേണ്ടത്, ആ ജോലിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകുന്നു. അതുപോലെ തന്നെ അവെയർ ഓഫ് പെർഫോമൻസ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് ലെവലിനെ കുറിച്ചും ഗെറ്റ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഓൺ ദെയർ പെർഫോമൻസ്, പ്രകടനത്തെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നു. ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, എംപ്ലോയീസിന് ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. Then get rating on their performance and reward their own in just and fair manner. അപ്പൊ ശേഷം അവന്റെ മീൻസ് അവന്റെ പെർഫോമൻസിലൂടെ അത് റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് വിലയിരുത്തുന്നു. റേറ്റിംഗ് കൊടുക്കാന്നൊക്കെ പറയില്ലേ, അപ്പൊ അവന്റെ ട്രെയിനിങ്ങിലൂടെയും ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്തു. ശേഷം എംപ്ലോയീസിന്റെ വർക്ക് നമ്മൾ റേറ്റ് ചെയ്തിട്ട് അവന്റെ പെർഫോമൻസിനുള്ള റിവാർഡുകൾ കൊടുക്കുന്നു. ഒരു ഫെയർ മാനറിലുള്ള റിവാർഡ്സുകൾ ആ റേറ്റിംഗ് നോക്കിയിട്ട് കൊടുക്കുന്നു.
ഇതാണ് കൺസെപ്റ്റിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എംപ്ലോയീസിനെ സക്സീഡ് ചെയ്യിക്കാൻ വേണ്ടി, എംപ്ലോയീസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മാനേജേഴ്സും സൂപ്പർവൈസേഴ്സുമാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. എങ്കിലും എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റിനാണ് അവിടെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് എംപ്ലോയീസിന് അവരുടെ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നൽകുന്നു. അതുപോലെ തന്നെ അവന്റെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫീഡ്ബാക്ക്, അവന്റെ പെർഫോമൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ദെൻ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നു. ദെൻ അതിലൂടെ അവന്റെ പെർഫോമൻസിന് നമ്മൾ റേറ്റിംഗ് കൊടുത്തതിന് ശേഷം അവനൊരു ഫെയർ ആയിട്ടുള്ള ഒരു റിവാർഡ് നൽകുന്നു. ക്ലിയർ ആണോ പെർഫോമൻസ് മാനേജ്മെന്റ്? ഇനി ഒന്ന് വായിച്ചും കൂടി നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മള് 1-2 പ്രാവശ്യം വായിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. നമ്മള് ഫസ്റ്റിൽ പറഞ്ഞ ട്രെയിനിങ്ങോ ഡെവലപ്മെന്റോ പോലെയല്ല, ഇല്ലേ? ആണോ? അങ്ങനെ തോന്നിയോ നിങ്ങൾക്ക്? ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോ അത് മനസ്സിലാകണം എന്നില്ല. അതുകൊണ്ടാണ് കൂട്ടി പറഞ്ഞത് നിങ്ങളോട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാകും. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഇട്ടൊക്കെയാണ് പറഞ്ഞത്, അല്ലേ? പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം, ഒന്നല്ല ഒരു 2-3 പ്രാവശ്യം നല്ല രീതിയിൽ അതിന് മനസ്സിലാക്കി വായിച്ചാലേ അത് നമ്മുടെ മനസ്സിലോട്ട് കയറുകയുള്ളൂ. അങ്ങനെയാണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടാണെന്നല്ല, നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. ചില കാര്യങ്ങൾക്ക് നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും, അല്ലേ? എല്ലാ ചാപ്റ്റേഴ്സും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില സെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചില പോർഷൻസ് ആയിരിക്കും നമുക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി ടഫായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എങ്കിൽ നിങ്ങൾ അവിടെ കുറച്ചുകൂടി എഫേർട്ട് അവിടെ എടുക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ അതിന് എന്താ പറയാ, സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്. ചില ആളുകളുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ചില സെക്ഷൻ ടഫായിട്ട് തോന്നുമ്പോ എക്സാമിന് വേണ്ടിയൊക്കെ പഠിക്കാതിരിക്കുമ്പോഴേ സ്കിപ്പ് ചെയ്ത് കളയും. നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇല്ലേ? പാടുള്ള പോർഷനൊക്കെ വരുമ്പോഴേ ഇത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് കിട്ടില്ല എന്നോർത്ത് എന്ത് ചെയ്യും, നമ്മൾ മുൻകൂട്ടി അങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്, നിങ്ങളിൽ പലവരും ചെയ്യാറുണ്ട്. ഞാൻ അടക്കം നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മള് എക്സാമിന്, നിങ്ങൾക്ക് എക്സാം എന്തായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ. സോ നിങ്ങൾക്ക് ഭയങ്കര ടഫാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും പഠിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഒരു 5 പ്രാവശ്യം നിങ്ങൾ വായിച്ചു വെച്ചേക്കും. ഓക്കെ, ഇത് ഞാനൊരു സജഷൻ പോലെ പറയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും പഠിച്ചിട്ട് കിട്ടണില്ല, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്ത് ചെയ്യാ, ഒരു 5 പ്രാവശ്യം തറവായിട്ടൊന്ന് വായിച്ചു വെച്ചേക്കാം. ദെൻ നിങ്ങൾ ഒരു മാർക്ക് ചെയ്ത് വെച്ചേക്കാം അങ്ങനെയുള്ള ഭാഗങ്ങൾ. പെണ്ണിന്റെ ചാപ്റ്റർ മാത്രമല്ല ഞാൻ പറഞ്ഞതേ, മറ്റേ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ ഒരു സ്റ്റാർ മാർക്ക് കിട്ടുമെന്ന് വെച്ചേക്കും അവിടെ. ദെൻ എക്സാമിന്റെ ടൈമില്ല, എക്സാമിന് മുന്നായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗങ്ങൾ ഒരു 5 പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ. ബാക്കി നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് ക്ലാസ് കേട്ടൊരു ഓർമ്മയൊക്കെ വെച്ചിട്ട് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്കിപ്പ് ചെയ്താലോ ഈ പറയുന്ന കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലായോ? ടഫ് ആണെന്നെങ്കിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ ഒരു 5 പ്രാവശ്യം. നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എത്ര പഠിച്ചാലും അത് കിട്ടില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എക്സാമിന് നമ്മൾ റിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ കുറച്ച് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നോക്കി റിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഒരു 5 പ്രാവശ്യം ഒന്ന് വായിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കണ്ടിന്യൂ, വായിച്ചോ. ഞാൻ ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. കാരണം ചില പോർഷൻസ് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, എങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒബ്ജക്റ്റീവ്സും കൂടി ഒന്ന് നോക്കാനായിട്ട്. ഒബ്ജക്റ്റീവ്സ് എളുപ്പമാണ് കേട്ടോ പോയിന്റ്. ഓക്കെ, നമുക്ക് ഇനി ഒബ്ജക്റ്റീവ് ഒന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. ഒബ്ജക്റ്റീവ്സ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്. The main objective of performance management is to ensure that the organization as a system and the subsystem work together in an integrated fashion or for attaining optimum result or outcome. അപ്പോൾ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം റിസൾട്ട് ഓർ ഔട്ട്കം നേടുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ആ ഒരു ഓർഗനൈസേഷനെയും അതിന്റെ സബ്സിസ്റ്റത്തെയും, സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പല പല ഡിപ്പാർട്ട്മെന്റ്സുകളും കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസുകൾ ഉണ്ടാകും അല്ലേ. സോ ഓർഗനൈസേഷനെയും സബ്സിസ്റ്റങ്ങളെയും ഒന്നിപ്പിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കണം. നല്ല രീതിയിൽ എല്ലാവരും ഇപ്പോ ബ്രാഞ്ചസ് ആണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Then the major objectives of performance management are, objectives ആണ് ഇനി പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കാം. To enable the employee towards achievement of superior standards of work performance. To enable employees towards achievement, അല്ലേ? അതായത് ജോലി, അവന്റെ പെർഫോമൻസിന്റെ, ജോലിയുടെ ഒരു ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിനായിട്ട് ജീവനക്കാരെ എന്ത് ചെയ്യും, എംപ്ലോയീസിനെ എന്നെ പ്രാപ്തരാക്കാന്ന്. അതായത് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പ്രാപ്തനാക്കുക. അതായത് അവന് ഡെവലപ്മെന്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവനെ പ്രാപ്തനാക്കുക. രണ്ടാമത്തത്, to help the employee in recognizing the knowledge and skills necessary for performing the job efficiently, as this would guide the focus towards performing the right task in the right way. ജോലി, അവന്റെ ജോലി, എംപ്ലോയീസിന്റെ ജോലി എഫിഷ്യന്റ്ലി, കാര്യക്ഷമമാക്കാൻ വേണ്ടി അവനാവശ്യമായിട്ടുള്ള കഴിവുകളൊക്കെ കൊടുക്കണം. ശരിയായിട്ടുള്ള ജോലി ശരിയായ രീതിയിൽ ചെയ്യാൻ വേണ്ടുന്ന ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് കൊടുക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത്, enhancing the performance of the employees by encouraging employee empowerment, motivation and implementation of an effective reward mechanism. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അവന് എംപ്ലോയീസിന് പെർഫോമൻസ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുക, ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ കൊടുക്കണം. അതുപോലെ തന്നെ അവന്റെ റേറ്റിംഗ് ഒക്കെ നോക്കി റിവാർഡ് മെക്കാനിസം ഒക്കെ വെക്കുക. എംപ്ലോയീസിന് ഇപ്പൊ കുറച്ചും കൂടി നല്ല രീതിയിൽ അവന് വർക്ക് ചെയ്യുക. റിവാർഡൊക്കെ കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു, എന്താ പറയാ, സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. Then promoting a two-way system of communication between supervisors and employees for clarifying expectation about roles and accountabilities, discussing functional organizational goals, offering regular and transparent feedback for improving employee performance and continuous coaching. ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ അത്. ഇതാണ് ഞാൻ തീർത്താണ് പറഞ്ഞത്. നോക്കാം. പ്രൊമോട്ടിംഗ് ടു-വേ സിസ്റ്റം കമ്മ്യൂണിക്കേഷന് പ്രൊമോട്ട് ചെയ്യാന്ന്. അതായത് സൂപ്പർവൈസറും എംപ്ലോയീസും ഒക്കെ തമ്മിൽ നല്ലൊരു two-way communication ഉണ്ടായിരിക്കണം. സോ അത് എന്തിനു വേണ്ടി? ഫോർ clarifying expectations about roles and accountabilities. അതായത് എംപ്ലോയീസിന്റെ റോൾസും അവന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ ഉണ്ടായിരിക്കണം. ദെൻ അവന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വ്യക്തമാക്കണം. അതുപോലെ ഒബ്ജക്റ്റീവ്സുകളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുക. ദെൻ ഫീഡ്ബാക്ക്, അല്ലെ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് ഫീഡ്ബാക്കിന്റെ എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഒക്കെ കൊടുക്കുക. ഫീഡ്ബാക്കിലൂടെ പോരായ്മ തിരിച്ചറിയുക. അപ്പൊ അതിന് ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ കൊടുക്കുക. Then identifying the barriers to effective performance and overcoming those barriers through constant monitoring, coaching and development interventions. Identifying barriers. എന്താ barriers എന്ന് പറഞ്ഞാൽ പെർഫോമൻസിന് തടസ്സപ്പെടുത്തുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തൊക്കെയാണ് പെർഫോമൻസിന് തടസ്സപ്പെടുത്തുന്നത്, അതിനെ തിരിച്ചറിയുക. Then overcoming those barriers, ആ തടസ്സങ്ങളെ ഓവർകമിങ് ചെയ്യാം. എന്തിലൂടെ? ത്രൂ കോൺസ്റ്റന്റ് മോണിറ്ററിങ്, എംപ്ലോയീസിനെ നിരീക്ഷിക്കുക, അവന് വേണ്ടി കോച്ചിങ് കൊടുക്കുക, ഡെവലപ്മെന്റും ഇന്റർവെൻഷൻസ്, ഇടപെടലുകളൊക്കെ നടത്തുക. അതിലൂടെ അവന്റെ തടസ്സങ്ങൾ, എന്തുകൊണ്ടാണ് അവന് പെർഫോമൻസ് ചെയ്യാൻ പറ്റാതിരുന്നത്, ആ തടസ്സം കണ്ടെത്തി ഡെവലപ്മെന്റും കോച്ചിങ് ഒക്കെ കൊടുത്ത് മോണിറ്റർ ഒക്കെ ചെയ്തുകൊണ്ട് ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുക. Then creating a basis for various administrative decisions, strategic planning, succession planning, and promotions and performance based payment. ഇവിടെ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ബേസ് ഒക്കെ കൊടുക്കുക. ദെൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് കൊണ്ടുവരിക. സ്ട്രാറ്റജിക് എന്നാണോ പറയുന്നത്? പ്ലാനിങ് ഇല്ല. ഓക്കെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പുതിയ പ്ലാനിങ്സ് ഒക്കെ കൊണ്ടുവരിക. ദെൻ അവന്റെ എന്താണ്
പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കുക. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത് and advancement in the career of employees by helping them in obtaining the desired knowledge and skills. എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കഴിവുകള്, അറിവുകള് ഇത് നേടാനായിട്ട് നമ്മൾ എംപ്ലോയീസിനെ സഹായിച്ചുകൊണ്ട് അവന്റെ വ്യക്തിഗത വളർച്ചയും, അതായത് അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തും അതുപോലെ തന്നെ അവന്റെ വ്യക്തിഗത വളർച്ചയും ഡെവലപ്മെന്റും പുരോഗതിയും നമ്മൾ വികസിപ്പിക്കുക. ഓക്കെ, ഇത്രയുമാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എല്ലാ പോയിന്റ്സിലൂടെയും പറയുന്നത് എന്താണ്? ഒരേ ഒരു കാര്യമാണ് എല്ലാ പോയിന്റ്സിലൂടെയും പറയുന്നത്. അവന്, അതായത് എംപ്ലോയീസിന് പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ എംപ്ലോയി ചെയ്തു കൊടുക്കുക ആണ്. അതായത് അവന്റെ അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സൂപ്പർവൈസറൊക്കെ ആണെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. സോ അവന് നല്ലൊരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവന് നല്ലൊരു പെർഫോമൻസോടെ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഒബ്ജക്റ്റീവ് പെർഫോമൻസ് മാനേജ്മെന്റ് വരാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് വായിക്കണം കേട്ടോ. വായിപ്പിക്കാനായിട്ട് ടൈം ഇല്ല, നിങ്ങളൊന്ന് വായിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചെടുത്തുള്ളൂ എങ്കിലും കുറച്ച് അധികമായിട്ടത് തോന്നിക്കാണും അല്ലേ? ആണോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര എടുക്കണുള്ളൂ. ഒരുപാട് എടുത്തിട്ട് ബോറടിപ്പിക്കണില്ല. ഉറങ്ങിപ്പോയോ? ഉറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടോ? ഉറങ്ങിയാണെങ്കിലോ ഉറങ്ങിയ ആൾക്കാരൊക്കെ എണീറ്റോളും. ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങിയിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാട്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉറങ്ങിയ ആൾക്കാരൊക്കെ എണീറ്റോ? ഓക്കെ, ഉറങ്ങിയിരുന്നോ? കുറച്ച് ഇത്തിരി ബോറിംഗ് അല്ല, മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മൾ ബുദ്ധിമുട്ടിനോട്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടണം. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എല്ലാവർക്കും? അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോവിൽ എടുത്ത് പോയത്. കാരണം ഒരുപാട് പെട്ടെന്ന് ഓടിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. നിങ്ങളും 1-2 പ്രാവശ്യം വായിക്കണം. ഓക്കെ, ഇന്ന് തന്നെ മാക്സിമം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. പറ്റുന്നവര് സിറ്റുവേഷൻ പോലെ നോക്കുക. പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് വായിക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വായിക്കാൻ ഇരുന്നാല് നമുക്ക് കിട്ടില്ല. കാരണം അറിയാലോ നിങ്ങൾക്ക്, ഒറ്റ വാക്കിൽ വായിച്ചിട്ട് നമുക്കത് അർത്ഥം മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആണേ. പിന്നെ അടുത്ത പോർഷൻ ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ വായിക്കാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത പെർഫോമൻസ് മാനേജ്മെന്റ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.